സജീവൻ, ഒരു രാഷ്ട്രീയ തിരിച്ചടി കൂടിയല്ലേ കേന്ദ്രത്തിനുണ്ടായിരിക്കുന്നത് സുപ്രീം കോടതിയിലെ ഇന്നത്തെ ഉത്തരവിൽ നിന്നും? ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് കേരളം കണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേന്ദ്രത്തിനുള്ള തിരിച്ചടി എന്ന് മാത്രമല്ല, മൊത്തമായിട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാവേണ്ടത് ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും ആരിഫ് മുഹമ്മദ് ഖാനാണ്. കാരണം ആറിൻ്റെ വീട് കാര്യത്തിൽ അദ്ദേഹം കുറേ കൂടി മാന്യനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹം ഇങ്ങനെ തെരുവിലൊരു ഗുണ്ടായുസം കളിച്ചു നടന്നിട്ടൊന്നുമില്ല. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അത് പലപ്പോഴും താൻ ഇരിക്കുന്ന കസേരയിലിരിക്കുമ്പോൾ അതിനെ പ്രത്യേകിച്ച് ഭരണഘടനാ പദവിയാണെങ്കിൽ അതിലെന്തെല്ലാം ചെയ്യാമെന്നുള്ള കാര്യം വായിച്ച് നോക്കിയിട്ടല്ല ഇവിടെ ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ആറിൻ്റെ വീട് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെയൊക്കെ പ്രവൃത്തികൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അതുപോലുമല്ല, അവർക്കറിയാം കേന്ദ്രത്തെ പ്രീണിപ്പിച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് കഴിഞ്ഞാൽ തങ്ങൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട പദവികൾ കിട്ടുമെന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടെന്ന് തോന്നുന്നു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യത്തിൽ ശരിയായിരിക്കുന്നു. അയച്ചിരിക്കുന്നത് ബീഹാറിലേക്കാണ്. ഇവിടെ നിന്നും അദ്ദേഹത്തെ എലവേറ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്, ബീഹാറിലേക്ക് അയച്ചതോടുകൂടി അല്ലേ? അല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തുണ്ട്. ഈ ആരിഫ് മുഹമ്മദ് ഖാനെ ഇപ്പം ബീഹാറിലേക്ക് അയക്കുന്നതിന് മുമ്പേ പശ്ചിമ ബംഗാളിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നല്ലോ, മമതാ ബാനർജിയെ ഇതിനേക്കാൾ കൂടുതൽ ശ്വാസം മുട്ടിച്ച, അവർ ഭരിക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച ഒരു ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പദവി അതിനേക്കാൾ കൂടിയതാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പ്രതീക്ഷിക്കുന്നത് തങ്ങൾക്ക് എങ്ങനെയോ കാല് പിടിച്ചിട്ടോ കൈ പിടിച്ചിട്ടോ ഒക്കെ കിട്ടുന്ന ഒരു പദവി, ആ പദവിയിൽ വന്നിട്ട് ഈ യജമാനന് വേണ്ടിയിട്ട് എന്തും ചെയ്താൽ ആരും ചോദിക്കില്ല, ഒരു നഷ്ടവും ഉണ്ടാവില്ല, അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോകാമെന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും ഇത് തിരിച്ചടിയല്ല എന്ന് BJP-ക്കാർ പറയുന്നത് അത്ഭുതം തോന്നുകയാണ്. നമ്മൾ സാധാരണഗതിയിൽ അങ്ങാടിയിൽ വെച്ച് മുഖത്തടിയേറ്റ് കഴിഞ്ഞിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പോകുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഇപ്പോൾ പുറത്ത് വന്ന കാര്യങ്ങൾ, ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്നുള്ള കാര്യം. ഇവിടെ പുറത്ത് വന്ന കാര്യങ്ങൾ, കോടതിയുടെ ഇപ്പോഴത്തെ ആ വിധിയുടെ ആദ്യത്തെ ഭാഗം തന്നെ എന്താണ്, ദ ആക്ട് ഓഫ് തമിഴ്നാട് ഗവർണർ ഈസ് ഇല്ലീഗൽ എന്നാണ് പറഞ്ഞത്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഗവർണർ പ്രവർത്തിച്ചിട്ടുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഗുഡ് ഫെയ്ത്തോട് കൂടിയിട്ടല്ല കാര്യങ്ങൾ നടപ്പാക്കിയതാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഗവർണർക്ക് ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും, പ്രത്യേകിച്ച് ഇവിടെ പറയുന്ന ഒരു ഭരണഘടനാ പദവിയാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രയും രൂക്ഷമായിട്ടുള്ള രണ്ട് വാക്കുകൾ കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിമിഷം, അടുത്ത മണിക്കൂറിലോ ഒരു ദിവസം കഴിഞ്ഞിട്ട് ആ നിമിഷം ആ പദവിയിൽ നിന്ന് ഒഴിയുകയാണ് വേണ്ടത്. കാരണം അത്രയും വലിയ തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള ഈ പദവിയിൽ എങ്ങനെയാണ് പ്രതികരിക്കുക? ഇങ്ങനെ ഒരു വിധി വന്നിട്ട് ഇതിനെ ന്യായീകരിക്കാൻ BJP-ക്കാരെ ന്യായീകരിക്കുമായിരിക്കും. പക്ഷേ RN രവി എന്ന് പറയുന്ന അദ്ദേഹം ഒരു IPS ഉദ്യോഗസ്ഥനാണല്ലോ, അദ്ദേഹം CBI-യിലൊക്കെ പ്രവർത്തിച്ചുള്ള ആളാണല്ലോ. എനിക്ക് തോന്നുന്നു നമുക്ക് സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്ന പോലെ ഈ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ, ഈ IPS പദവിയിലൊക്കെ ഇരുന്നതിൻ്റെ ഒരു ഹാങ് ഓവറുമായിട്ടാണ് അദ്ദേഹം ഇപ്പോഴിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല, എനിക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് ഈ നടത്തിക്കൊണ്ടിരുന്നത്. എത്ര ഭീകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ 10 ബില്ല് ക്യാമറയ്ക്ക് മുന്നിൽ നിന്നെൻ്റെയോ അത് സിനിമയുടെ ഹാങ് ഓവറാണ്. അല്ല, അത് സിനിമയുടെ ഹാങ് ഓവർ ഉണ്ടല്ലോ. ആരൊക്കെ എഴുതി കൊടുത്തിട്ടുള്ള ഡയലോഗ് പറഞ്ഞ് പോലീസ് കുപ്പായം അണിഞ്ഞതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടല്ലോ. അതേപോലെയാണ് ഇവിടെ RN രവി എന്ന് പറയുന്ന IPS ഓഫീസർ ആണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഭരണഘടനാ പദവി ഇരിക്കുന്ന ഒരു ഗവർണർ സ്ഥാനത്തിരിക്കുമ്പോൾ മാന്യമായിട്ടാണ്. നമുക്കറിയാമല്ലോ ഭരണഘടനയിൽ എന്താണ് പറയുന്നത്, ഇങ്ങനെ ഗവർണറുടെ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഇന്ന അധികാരങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഉപദേശത്തിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണെന്നാണ്. സംസ്ഥാന മന്ത്രിസഭയുടെ മിനിസ്ട്രിയുടെ അഡ്വൈസ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ്. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ നിയമസഭയിൽ നയപ്രഖ്യാപനം നടത്തുമ്പോൾ അത് ഗവർണറുടെ നയപ്രഖ്യാപനമല്ലല്ലോ, അത് സർക്കാരിൻ്റെ നയപ്രഖ്യാപനമാണ്. എൻ്റെ സർക്കാരിൻ്റെ നയം ഞാൻ പ്രഖ്യാപിക്കുന്നതാണ് ഗവർണർ, ഏത് ഗവർണറായാലും പറയേണ്ടത്. അതിന് പകരം ഇദ്ദേഹം നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ എന്തെല്ലാമാണ്. അദ്ദേഹം ദേശീയ ഗാനം ആദ്യം ആലപിച്ചില്ല,
വായിച്ചിട്ട് ഇദ്ദേഹം അതേപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ആളുകളുടെയും പേര് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം അംബേദ്കറുടെ പേരൊക്കെ ഒഴിവാക്കിയിട്ട് വായിച്ച ആളാണ് ഇദ്ദേഹം. അംബേദ്കർ ഇത്രയും വലിയ ഭരണഘടന തയ്യാറാക്കുന്നതിന് മുഖ്യ ശില്പിയായിരുന്ന അംബേദ്കറുടെ പേര് പോലും ഒഴിവാക്കിയിട്ടുള്ള ആളാണ്. മാത്രമല്ല ദേശീയ ഗാനം ആദ്യം പാടിയില്ല. അവിടെ തമിഴ് തായ് മൊഴി അവരുടെ ഒരു ഗാനമുണ്ട്. അത് അവർ രീതി അതാണ്. ആദ്യം അത്, അവസാനം ഈ ദേശീയ ഗാനം. അതെ, സംസ്ഥാന ഗാനം അവർ പാടും. അതവരുടെ അതിനെ കെറിവിച്ച് മറ്റു നടപടികളിലേക്കൊക്കെ പോവുക. ഇങ്ങനെ സത്യത്തിൽ ഒരു ഉന്നതമായ ഭരണഘടനാ പദവിയെ ഇത്രയും മോശമാക്കിയിട്ട് പ്രവർത്തിച്ച കുറച്ച് ഗവർണർമാർ, എത്രയോ ഗവർണർമാർ നമ്മൾ കണ്ടതാണ്. ഇത് കേന്ദ്ര സർക്കാരിനേറ്റ തിരിച്ചടിയല്ല എന്ന് ഇപ്പോൾ BJP പ്രതിനിധി പറയുന്നത് വെറുതെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സുപ്രീം കോടതി വിധികളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്നൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ അവരുടെ ഒരു സമീപനം കൂടി അതിൽ കാണേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാചകമാണ് UP-യിൽ, ഉത്തർപ്രദേശിൽ നിയമവ്യവസ്ഥ തകർന്നിരിക്കുന്നു എന്ന്. അങ്ങനെ ഒരു വിധി വന്നാൽ സാധാരണഗതിയിൽ ആ സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തു പ്രതികരണം ഉണ്ടാകേണ്ടതാണ്? എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് വന്നാലും, അതായത് ഒറ്റ ഉന്നതമായ ഭരണഘടനാ സ്ഥാപനം മാത്രമേ ഉള്ളൂ, മറ്റൊന്നുമില്ല, അതായത് ജുഡീഷ്യറി ഒന്നും ഇതിൻ്റെ ഭാഗമേ അല്ല, ഭരണഘടനാ സ്ഥാപനങ്ങളെ അല്ല എന്നൊരു മനോഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടാകുന്ന ഓരോ പ്രതികരണവും അത് കേന്ദ്ര സർക്കാരിനെ ഏൽക്കുന്ന തിരിച്ചടികളാണ്. പക്ഷേ എന്നിട്ടും അതിലൊന്നും കുലുക്കമില്ല, അതിലൊന്നും പ്രതികരിക്കില്ല. ഇങ്ങനെയൊരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന രീതിയിലാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ പോലും ഇങ്ങനെയൊരു കാര്യം വന്നാൽ പോലും അതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് മുഴുവൻ വരട്ടെ, അതുണ്ടായത് അങ്ങനെയാണ്, നിലവിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു എന്നല്ലേ ഉള്ളൂ. നിലവിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ കോടതിയെ ബാധ്യസ്ഥമാക്കിയിട്ടുള്ള കാര്യം എന്താണ്? അത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ. അതായത് നേരത്തെ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ ഈ ആളുകൾ, ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആളുകൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഇതുവരെ ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങളൊന്നും അവഗണിക്കുന്നു പറഞ്ഞാൽ പോലും അത് എത്ര കാലം പറയാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ എത്ര കാലം മുന്നോട്ടേക്ക് പോകാൻ പറ്റും? എന്തായാലും ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, നമ്മുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട്, അത് ഇവിടെ ജനാധിപത്യ അവകാശങ്ങളിലൂടെ പാലിക്കപ്പെടും, ഭരണഘടന ഉയർത്തി കാണിക്കപ്പെടും, ഭരണഘടനയുടെ മഹത്വം എപ്പോഴും ഉന്നതമാക്കി തന്നെ കാണിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമ്മൾ ഈ സുപ്രീം കോടതി വിധിയെ കാണുന്നത്. അതാണ് ഏറ്റവും ഈ തമിഴ്നാടിൻ്റെ കാര്യത്തിനൊക്കെ അപ്പുറത്ത്, തമിഴ്നാടെന്ന് പറയുന്നത് അവരുടെ ബില്ലുകൾ 10 ബില്ലുകൾ പിടിച്ചു വെച്ച കാര്യം മാത്രം. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഭരണഘടനയെ തൊട്ട് കളിക്കാൻ ഏത് ഭരണഘടനാ സ്ഥാപനത്തിലിരിക്കുന്ന ആൾ ശ്രമിച്ചാലും അതൊന്നും വിട്ടുവെക്കി തരുന്ന പ്രശ്നമില്ല എന്ന് ഇവിടുത്തെ പരമോന്നതമായ നീതിപീഠം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.